ഈ മഹാകുംഭമേള നടക്കുകയാണല്ലോ ഇപ്പോൾ. ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റെല്ലാ ജീവൽ പ്രശ്നങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ മഹാകുംഭമേളയാണ്. കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ തിരക്കിലും പെട്ട് 10 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഷാഹി സ്നാനം നിർത്തിവെച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, കുംഭമേളയിൽ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വലിയ തിരക്കിലും ഒക്കെ പെട്ട് നിരവധി മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, തീർച്ചയായിട്ടും വളരെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ മഹാകുംഭമേളയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഇന്ന് മൗനി അമാവാസി കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്നാനം ചെയ്യാൻ നിരവധി ഈ ഭക്തർ ഇങ്ങോട്ടേക്ക് ഈ ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയിരുന്നു. എന്തായാലും വലിയ തിക്കും തിരക്കും തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇതിൽ 10ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 40-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ മരണം സംബന്ധിച്ച് ഒരു ഔദ്യോഗിക റിപ്പോർട്ട് ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം 10 പേർ മരിച്ചു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു ഷാഹി സ്നാൻ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. 2 വട്ടം സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ ഒരു ദാരുണ സംഭവം തന്നെ ഇപ്പോൾ പ്രയാഗ്രാജിൽ, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കിടെ ഉണ്ടായിരിക്കുന്നു. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രത്തോളം വലിയ തിരക്കാണ് ഇവിടെ കുംഭമേളയ്ക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു മൗനി അമാവാസ്യ കൂടി ആയതുകൊണ്ട് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു സ്നാനത്തിന് വേണ്ടി പല ഘട്ടുകളിലേക്കും എത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അധികൃതർ നൽകുന്ന വിവരം. മനു, ശരി, ഏതായാലും വലിയ ആശങ്കയാണ്. കാരണം ഒരുപാട് ജനങ്ങൾ കൂടുതൽ ഇടം കൂടിയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ സുരക്ഷാ സംവിധാനങ്ങൾ പാളിപ്പോയാൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ തന്നെ 10 പേരുടെ മരണം സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് വലിയ ദുഃഖകരമായ കാര്യം തന്നെയാണ്. ഏത് നാട്ടിലാണെങ്കിലും പൊലിയുന്നത് മനുഷ്യജീവനാണല്ലോ. അപ്പോൾ നമുക്കതിലൊരു വലിയ ആശങ്കയുണ്ട്. ഈ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് അപ്പുറത്തേക്ക് പോയാൽ ഇതൊന്നും ഒരു ചർച്ചയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.